ഈ റമ്മി ഇങ്ങനെ വില കയറിപ്പോ നമ്മൾ രണ്ടുപോലെ പാട്ടിയെടുക്കുന്ന എന്റെ വല്യമ്മോൻ കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഫോട്ടോ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു പോകും. ജോസേ, ദിനേശ, താനിവിടെ? എന്തൊരു മായാജാലം! കള്ള, കുടിയില്ല, വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാ ചെലവും എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണോ ദിനേശ? ആണോ? നീ വാ. വാടകുട്ടി, ഞാനാണോ? എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? വോട്ട് അയാള് പോവാൻ പറ ദിനേശ. ഞാനില്ലേ ഇവിടെ? സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകും? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം ഉണ്ടാകും, ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറേ? നിന്നെയല്ലടാ, വാല് തുറക്കാൻ. മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ. അമ്മ തലക്കുളം സാറേ, എന്റെ ദൈവമാണ് അമ്മ. അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ചെറിയ പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെ ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ,
അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. തൊലഞ്ഞു പോട്ടെ, ഇറങ്ങി പോടോ. ഇനി പടി കിടക്കരുത്. ദിനേശ, ഗുഡ് നൈറ്റ്. എവിടേക്കിടോ? വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടുകയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. എനിക്കാരുമില്ല സാർ. ഞാനുണ്ട് ദിനേശ, ഉപദേശിക്കാന്ന് വെച്ചാൽ. സാർ, എങ്ങനെയാണ് ഈ ആദ്യ രാത്രി? സാർ ഒരു നോവലിസ്റ്റ് ആണല്ലോ, ഭാവന കാണുമല്ലോ. ഭാവന ധാരാളമുണ്ട്. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കലക്കാം. സാർ, വായിച്ച് പഠിക്കാനൊന്നും ഇനി സമയമില്ല. ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ, ഇത് പറ. പോട്ടെ, സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ? പുതിയ ടൈപ്പ് എന്ന് വെച്ചാൽ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടമുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ്പോ നോക്കിയാൽ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ. പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ, പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ? ആ. മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും. മറ്റൊരു സീത. നിർത്ത്. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി. സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണമെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കയറി വന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റ. ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്ത് എഴുന്നേറ്റ് തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വെയിറ്റ് പോകും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്ന് അങ്ങോട്ട് പോയാലോ? ചെല്ലടോ. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഒളിച്ചുകളി? താൻ ധൈര്യമായിട്ട് ചെല്ല്. അമ്മയുടെ പണി വെക്കാൻ പറ.
അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ? ഒരു വഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ള 4 ആളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്. എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. ആരാ ഇതാരാ ഈ കഥ തുറന്നിട്ടത്? ശോഭേ, ശോഭേ, വരുന്നേ. ആഹാ, അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ശോഭേ, ഓ, പഴയ മാലയൊക്കെ ഉള്ളതല്ലേ, അലമാരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാന്നേ? നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാലെന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഓടി വരണേ, ഞങ്ങളുടെ അലമാരിക്കകത്ത് കള്ളം കയറി. ഓടി വരണേ. അയ്യോ, ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി, അലമാരിക്കകത്ത് കള്ളം കയറി. ഒന്ന് ഓടി വരണേ. അയ്യോ, ഒന്ന് ഓടി വരണേ. എവിടെ കള്ളൻ? എവിടെ? കള്ളൻ എവിടെയും പോയിട്ടില്ല, ഈ അലമാരിക്കകത്ത് തന്നെ ഉണ്ട്. പട്ടാ പകല് മുൻവശത്തെ വാതിലും തുറന്ന് അകത്ത് കയറി ഈ കള്ളൻ ചില്ലറ കള്ളനൊന്നും അല്ല. കള്ളനെങ്ങനെ അലമാരിക്കകത്തായി? കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമളയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ല, എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം. കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാര പൊളിക്കട്ടെ? അയ്യോ, അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോൽ എടുത്തുണ്ടോ? ആ, ഒന്ന് പറയുന്നേ, ഒന്ന് പറയുന്നേ. നമ്മളിങ്ങനെ വെറും കൈയോടെ നിന്നാൽ അപകട. മക്കളെ, കത്തിയും കൂടുതൽ എടുത്തുകൊണ്ട് വാ. അയ്യോ, കത്തിയുണ്ടൊന്നും ചെയ്യണ്ട. ഇസ്ത്രീ ഉമ്മാരി, ഇവന്റെ കയ്യില് തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ, നോക്കി നിൽക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തോണ്ട് വാട ഇങ്ങോട്ട്. ആശാനൊന്ന് പിടിച്ചാട്ടെ. ആ, ഞാൻ പിടി. പണി അവിടെ. അയ്യോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങൾ അയക്കൂ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ. ആദ്യത്തെ അടി വീണ്ടിരിക്കണം. അയ്യോ, കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാനാണ്. ദിനേശാ, നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികത ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്ത് നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ
എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധി ഇത് കണ്ട് അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞല്ലോ. പിന്നെ ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ ഇത്രേ ഉള്ള വല്ല മരുന്നെല്ലാം വെച്ചാ മതി. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ എന്റെ ദൈവം വിശന്നിട്ട് ഉറക്കം വരും. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണമെന്ന് ഒരു മുത്തശ്ശിയുടെ ഓർഡർ. മൂന്ന് പേരെ അല്ല, 3 പേരിൽ ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാൻ. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കിട്ടണം, അത്രേ മുത്തശ്ശിക്കുള്ളൂ. ഇതിൽ ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ജോത്സ്യം വിളിക്കാൻ പോവാ. ഇനിയിപ്പോ ജോത്സ്യം വിളിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ച് അവനുമായിട്ട് ഇടിയിട്ട് പണ്ടാറടി. യുദ്ധകാലാടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടും കുടുക്കെ എടുത്ത് ജോലിസിനിങ് എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം. ജോത്സ്യരെ ഞാനാ. ജോത്സ്യരെ, കണ്ണേറ്റും കരയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുമാനായിട്ട് കിട്ടണം. അതായത് ഇവനെ. ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും. അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. എവിടെ? അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ, കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യന് ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. ശരി, പോട്ടെ. ജോത്സ്യർ ചതിക്കൂ? തെങ്ങും ജോത്സ്യരും ചതിക്കില്ലെന്നാണ്. ഇലയ്ക്കും കേടില്ല, മുള്ളിനും കേടില്ല. ഇക്കണക്കിന് പോയാൽ നമ്മുടെ എല്ലിന് കേട് വരും. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്? തിരുമൽ ദേവാ, ആ വെള്ള ഷർട്ടുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നുമില്ലല്ലോ. എന്റെ ആനന്ദ, എന്റെ ദേഹ ആ സകലം ഒരു മരവിപ്പാ. മറയിപ്പോ എന്റെ തിരുമൽ ദേവാ, ഇനി പ്രസ്ഥാനം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ? ഏയ്, ഒന്നും പറഞ്ഞില്ല. കാപ്പി എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വരെ എറി. എരിവും മണമുണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. എന്റെ കോമളം എന്ത് പറയുന്നു? നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. എടോ ഗണപതി, താനൊരു ഗണപതി ആയിപ്പോയി. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. 1 കിലോ നല്ല ചാണകം എടുത്ത് 1 സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി, നടക്കും. ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ 2 നക്കിപ്പൈമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയാൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ, സമ്മതിക്കില്ല, പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുമ്പ് എത്തി കാലമാടന്മാര്. ആയുസ് 100. ഭഗവാനെ, 2 പേർക്കും കൂടെ ചേർത്ത് 100 ആയുസ് കൊടുത്താ മതിയേ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ, ഇനിയിപ്പൊ വിളിക്കും നക്കാപ്പിച്ച കണക്കി ഒഴിക്കാൻ. വേണ്ട, വിളിക്കണ്ട. ഉള്ള പല ഇവിടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ. സാറ് രാവിലെ ആരെയാ കളിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാറിയാലും ചെവി കേൾക്കില്ല. സാറ് വല്ലതും പറഞ്ഞോ? അയ്യേ, എന്താ ഇത്ര നേരത്തെ? എത്തിയോ? എത്തി, അകത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുടങ്ങുന്നൊന്നും അറിയില്ല. മുഴങ്ങി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തലതിരും.
അങ്ങോട്ട് ഇത് നാളെ പേപ്പർ കയറ്. എടോ പരട്ട തലയാ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിരിക്കണമെന്ന്. പരട്ട തലയും തന്റെ തന്ത. ഇതെന്താ കണക്കിൽ 35 പൈസ വ്യത്യാസം? സാറേ 2,56,000 രൂപയുടെ ബിസിനസ്സിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാനൊരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അത് കിട്ട് തന്നേ. എസ്റ്റേറ്റും കാറുവോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വര, ഞാൻ പേടിച്ചു പോയി. ഇത് 10 പൈസ, 25 പൈസ. ഇതെന്താടോ? 35 പൈസ. താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തേ? തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ആരാന്തമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണുന്നല്ല സുഖല്ലേ? ആ ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസം ശമ്പളം മേടിക്കുകയല്ലോ. ആ 20 പൈസ. ഈ മാസത്തെ 125ാമത്തെ പേപ്പറാ. ഓ എന്താ ഇനിയിപ്പോ അവിടെ എന്താണാവോ? എന്താ സാർ? കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1000, 200 തിരിച്ചടിച്ചു. 1000 മൈനസ് 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കൈവശമുണ്ട്. സാർ അത് എലി തിന്നു. പന്നിയെലി. പന്നിയും തിന്നു? പന്നിയല്ല, പന്നിയെലി. മുന്തിയ ഇനമാ. തനിക്കതെങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ? ഗോഡൌണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കായ്ച്ചാലും മരമായാലും റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻറർ ചെയ്യണം. എൻറർ ചെയ്യാം സാർ. പിന്നെ ആ പുലി ചത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. അതെങ്കിൽ അത് സംഭവം ശരിയാണോ? ശരിയാണ്. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തു പോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഉഗ്ര ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി യവന്മാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാൻ. എന്താണ് പേര്? പാഷാണം ബ്രദേഴ്സ്. നല്ല പേര്. സുശീല, എന്താ എന്തു പറ്റി? എന്താ പ്രശ്നം? ഒന്നുമില്ല. സത്യം പറ, നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാണ് നാളെ. നീ ആരെ കൊന്നു? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ. നിനക്ക് നിസാരം. എടാ, വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും അരമതിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം. എന്തോന്ന്? ഒരുതരം സന്തോഷം. 1,00,000 രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരമാണടാ അത്. കൃഷ്ണയ്യരും മള്ളൂരും ഒക്കെ. മള്ളൂരോ? അതൊരു കവിയല്ലേ? അത് ഉള്ളൂര്. ഓ, അങ്ങനെ പേരും മാറ്റിയോ? ഉണ്ടായിരിക്കടാ. ഇവരൊക്കെ തങ്ങളുടെ വാക്ചാതുരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല വീഴുകയാണടാ. നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും. എന്നിട്ട് ഉള്ളൂരല്ല, നിന്റെ എല്ലിയ ഊരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. അതേ കേട്ടുള്ളെങ്കിലും നിന്റെ കഥ കൊള്ളാം. തീപിടുത്തു. സുശീല, സുശീല, ഇവിടെ തീപിടുത്തത്. പൂജയായിരുന്നോ? എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറിപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ. വേണം. കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. പിന്നെ ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം. അതാ നല്ലത്. ഓക്കെ? നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാനിങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കിടിയും പറ്റി അത് കൈമറിഞ്ഞു പോണ്ട. നന്നായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വയ്ക്കാൻ ഇവിടെ ഒരു ഇടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യും, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്കായിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറുപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന് സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞ് മതി. അയ്യോ, ഇന്നെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജത്ത് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാല് പുട്ടും കടലയും ഇഡലിയും ദോശയും ചമ്മന്തി എടുത്തോളൂ. 2 ഏത്തപ്പഴം കൂടി. മുനാളി ഐവാച്ചന്റെ കിരാത നടപടികൾ പ്രതിഷേധിച്ച് ഐവാൻ ടൈൽ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറി കവാടം പിക്കറ്റ് ചെയ്യുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ ശ്രീമാൻ കൊഴിഞ്ഞാമ്പാറ ലോലൻ, ജനലക്ഷങ്ങളുടെ കണ്ണിനുണ്ണിയായ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ആരായത്? ലോലൻ സാറോ? ചേച്ചി ഒരു ചായ. അല്ല സാറേ, ഈ പാവം ഒഴിവാച്ചുള്ള കടവെല്ലാം എടുത്ത ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടക്കത്തിലെ എന്തിനാ മുടക്കുന്നത്? വല്ല പാവങ്ങളും പഴച്ചു പോയിക്കട്ടെ. അത് പിന്നെ കോയിക്കൽ തറവാട്ടുകാർ അവരുടെ നിന്നും ഐവാച്ചൻ ഇവരുടെ നിന്നും പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് ഫാക്ടറി അടിസ്ഥാനപരമായി തന്നെ ഒരു തർക്ക വസ്തുവാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തർക്ക വസ്തുവിൽ ഫാക്ടറി സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ പിന്തിരിപ്പൻ നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ചായ. ചേച്ചി ഒരു ചായ എനിക്കും കൂടി. ഇനിയോ? ഇല്ലെങ്കിൽ കാപ്പി മതി. ഓ വേം വേണം വണ്ടിയെടു. തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണി കൊഴിഞ്ഞാമ്പാറ ലോലൻ. ഇവനെയൊക്കെ തീറ്റി പോറ്റേണ്ട ജോലിയും ബാക്കിയുള്ളവർക്കാ. എത്രയായി? 18 രൂപ 50 പൈസ. ചില്ലറയില്ലല്ലോ സാറേ. ബാക്കി ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ടൂറിസ്റ്റ് ടാക്സി കിട്ടും. കൃഷ്ണ, ഗുരുവായൂരപ്പ, അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നാന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മാദിനവിച്ച കിങ്കരീ കുരുതെ കയ്യൊന്നിട്ടു. ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചുപറിയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധം ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതിബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു അശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷെ എവിടെ ആയാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പറയരുത്. അരെ പതറരുത്. എന്താ? അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്ന സുശീല. ഇന്ന് വേറൊന്നും കയ്യിലില്ല പരമേട്ട. അടുത്ത കേസിന് ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം. മധുപാന കേന്ദ്രത്തിലും വ്യഭിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല. ഗതികേട് കൊണ്ട് ഇന്നൊരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പരമേട്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ. Power of certain police officers to seize properties. Any police officer may seize any property which may be alleged or suspected to have. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം പറയണ്ടായിരുന്നു. കേസിന്റെ കാര്യമൊക്കെ പിന്നീട്. ആദ്യം ഫീസ് എടുക്കുക, ഒരു 500 രൂപ.
അവളെ പിടിക്കണമെന്ന്. അയ്യോ, അയ്യോ. കേറ് വണ്ടിയിൽ. ദൈവം രക്ഷിച്ച് എന്നെ കണ്ടില്ല. നിനക്കൊല്ലം പറ്റിയോ? ഭാഗ്യം, ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ അയ്യോ ഓട്. ഈ കാലം വെച്ചോണ്ട് ഇനി ഓടാനോ? ആഹാ, കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്. രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയാ. എന്നാലും ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ വന്ന് തന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയതാ. ഇന്ന് ഈ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് 3 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൾക്ക് വേണ്ടി ഞാനാ ഹാജരായത്. ജില്ലാ കോടതി അയാളെ വെറുതെ വിട്ടാ? ഇല്ല, 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പൊ അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന്? ഞാൻ പറയാനായിട്ട് നാക്കെടുത്തത് മൂക്കടച്ച് അവരിടി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുസ്തകം വായിച്ചോണ്ടിരുന്നാ പിന്നെ ഞാനാണെങ്കിലും ഇടിച്ചു പോകും. അതെന്താടേ, വക്കീൽ ഫീസായിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ? കാശായിട്ട് തരാൻ പറയടേ. അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അതെ, ഇവിടെ യമകണ്ഠ കുറുപ്പെന്ന ഒരാള് അച്ഛന് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഒരാഴ്ചക്ക് ശേഷം എന്റെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ? അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? അത് നിന്റെ കൂടെ ഒരാഴ്ച വന്ന് ചെലവഴിക്കണമെന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലയിറക്കല്ലേ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഒട്ടും വിശ്വാസമായില്ല. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക, 1 ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫായി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട. നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഞാൻ കരുതിക്കൊള്ളാം. മറവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിരുന്ന ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. സോറി, ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ ഒരു 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കണം. കാരണം വല്ല കടത്തണ്ണയിലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കണ്ടല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പതറുക. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും. സുശീല, ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു മീണ്ടിങ് ആലുമണപ്പുറത്തും കിടക്കാവുന്നല്ലടാ പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. നീ ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരിക്കേ. ഒരു ചായം കൂടി എടുക്കട്ടെ? ഞാൻ വന്നപ്പോ നീ ഇട്ടുന്നല്ലോ. അത് സാരമില്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു ചായം കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം. 2 3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഇതിരിക്കും.